കടുത്ത പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആറാമത്തെ വിദേശ സൈനിങ് ആയിട്ട് ഈ സീസണിൽ തങ്ങളുടെ ഫോറിൻ കോട്ട കംപ്ലീറ്റ് ചെയ്തത് ജയ് ക്വിറ്റിംഗോ എന്ന സ്കോട്ടിഷ് താരത്തിന്റെ സൈനിങ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ്. അത് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മറ്റു പ്രതിസന്ധികളിലായിരുന്നതുകൊണ്ട് ക്വിറ്റിംഗോയുടെ സൈനിങ്ങിനെ അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല എന്ന് വേണം പറയാൻ. ക്വിറ്റിംഗോ എന്ന താരം അത്ര മോശമൊന്നും അല്ല. ആള് ആരാണ് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ഇതുവരെ നടത്തിയ സൈനിങ്ങുകളിൽ ഏറ്റവും സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരെണ്ണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ക്വിറ്റിംഗോയുടെ പ്രായം തന്നെ ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട ഘടകമാണ്. ചെറിയ പ്രായത്തിനുള്ളിൽ 160-ലേറെ പ്രൊഫഷണൽ അപ്പിയറൻസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല, അതും യൂറോപ്യൻ കൺട്രിയിൽ ജീവിക്കുന്ന താരത്തിന്. യൂറോപ്പിലെ വിവിധ ക്ലബ്ബുകൾക്ക് വേണ്ടി അദ്ദേഹം ബൂട്ട് കെട്ടിയിട്ടുണ്ട്. സ്കോട്ടിഷ് അണ്ടർ-21 നാഷണൽ ടീമിലും ആൾ അംഗമായിരുന്നു. ഇനി ഏറ്റവും പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് ആളിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയാൻ, ആളിൻ്റെ പേസ്, ആക്സിലറേഷൻ, ഗോൾ ബാങ്കിങ് കപ്പാസിറ്റി എല്ലാം കിഡിലുമാണ്. ടോപ്പ് നോച്ച് ഫിനിഷറാണ്. അദ്ദേഹത്തിൻ്റെ ബോൾ കൺട്രോളും പന്തടക്കവും പന്തും കൊണ്ടുള്ള മൂവ്മെൻറ്റും ഒക്കെ നമ്മുടെ കെവിൻ യൂക്കുമായിട്ട് ആൾ ചേർന്ന് കളിച്ചു കഴിഞ്ഞാൽ കിഡിലൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അത്യാവശ്യം ഫിസിക്കലി കളിക്കാൻ കഴിയുന്ന സ്ട്രോങ് ഫിറ്റ് മസ്കുലർ ബോഡിക്ക് ഉടമ കൂടിയാണ് ഈ ക്വിറ്റിംഗോ. ആളിൻ്റെ നെഗറ്റീവ് സൈഡ് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ആളിൻ്റെ നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആളിൻ്റെ മത്സരങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ സെൽഫിഷായിട്ട് കളിക്കുന്ന ഒരു താരത്തിനെയാണ് നമുക്ക് ജയ് ക്വിറ്റിംഗോയിൽ കാണാൻ കഴിയുന്നത്. പാസിംഗ് ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും പാസുകൾ നൽകാതെ ഒറ്റയ്ക്ക് പന്തിനെ ക്യാരി ചെയ്തുകൊണ്ട് പോയി ഗോൾ നേടാനുള്ള ഒരു സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് പലപ്പോഴും ആളിനുണ്ട്. ബോൾ പാസ് ചെയ്യാൻ അദ്ദേഹം കുറേ കാലമായിട്ട് വിമുഖത കാണിക്കുന്നുണ്ട്. അനാവശ്യമായിട്ട് ട്രിബിൾ ചെയ്ത് പന്ത് നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയും ആളുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. വളരെ മികവുള്ള താരമാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് ഒരുപാട് ക്രിറ്റിസിസംസ് ഈ ഒരു താരത്തിന് നേടിക്കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO ആയിട്ടുള്ള അഭിക് ചാറ്റർജി പറഞ്ഞ പോലെ തന്നെ ക്വിറ്റിംഗോയ്ക്കും ക്ലബിനും അത്യാവശ്യം പ്രൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ക്വിറ്റിംഗോ എന്ന താരത്തിൻ്റെ മികവിൻ്റെ കാര്യത്തിൽ ആർക്കും സംശയമില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി പ്രോൺ പ്ലെയർ എന്ന നിലയിലും അത്യാവശ്യം വിരോധം കിട്ടിയിട്ടുണ്ട്. നിരന്തരം പരിക്കുകൾ വേട്ടയാടുന്ന താരമായതുകൊണ്ട് തന്നെ പരിക്ക് വേട്ടയാടുന്ന താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ബന്ധം വേൾഡ് ഫേമസ് ആണ്. അതുപോട്ടെ, അപ്പം ഈ പരിക്കുകൾക്കിടയിൽ നിന്ന് മുക്തനായി വരുന്ന ക്വിറ്റിംഗോയ്ക്ക് തൻ്റെ പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ എങ്ങും നശിച്ചു പോയിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് ബ്ലാസ്റ്റേഴ്സിൽ കൂടി അനിവാര്യമാണ്. അപ്പം ക്വിറ്റിംഗോയുടെ പേഴ്സണൽ ഗ്രോത്തും കേരള ബ്ലാസ്റ്റേഴ്സിൽ നന്നായിട്ട് കളിക്കുന്നതിന് അദ്ദേഹത്തിന് ഉപകരിക്കും. പക്ഷേ അദ്ദേഹം സ്വയം പ്രൂവ് ചെയ്യുന്നതിൻ്റെ പേരിൽ ഒരുപാട് സെൽഫിഷായി പോയി കഴിഞ്ഞാൽ അത് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാവാനും സാധ്യതയുണ്ട്. ഏതായാലും ക്വിറ്റിംഗോ എന്ന ഈ ഒരു താരത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു സ്കോട്ടിഷ് താരം വളരെ മികച്ച അഗ്രസീവ്, സ്പീഡി, പവർഫുൾ സ്ട്രൈക്കർ തന്നെയാണ്. അദ്ദേഹം സ്ട്രൈക്കറായിട്ടും സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും കളിക്കും. വേണമെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും ആൾ കളിച്ചിട്ടുണ്ട് ചില മത്സരങ്ങളിൽ. പക്ഷേ അദ്ദേഹത്തിന് സെക്കൻഡ് സ്ട്രൈക്കർ പൊസിഷൻ തന്നെയാണ് ജോയിൻ ചെയ്യുന്നത്. ബാങ്കറുകൾ അടിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയില്ല. പവർഫുൾ ബാങ്കറുകൾ തന്നെയാണ് പുള്ളി അടിക്കുന്നത്. പക്ഷേ അനാവശ്യമായിട്ട് ബോൾ ക്യാരി ചെയ്ത് ഡ്രിബിൾ ചെയ്ത് പന്ത് നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് ആളിന് നേരെ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്നാണ്.